റമദാൻ ഫാസ്റ്റിംഗ് എങ്ങനെ ഹെൽത്തി ആക്കാം? ഹായ്, ഞാൻ ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് സീമ പണിക്കർ. ഫാസ്റ്റിങ്ങിൽ നമ്മൾ 2 മീൽസ് അല്ലേ എടുക്കുന്നത്. അപ്പോൾ ഈ 2 മീൽസും ഭയങ്കര നറിഷിങ് ആയിരിക്കണം. മോർണിംഗ് മീൽ, ഇപ്പോൾ മോർണിംഗ് മീലിൽ കഴിയുന്നതും സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലാക്ക് ക്യുമിൻ സീഡ് വെച്ചിട്ട് ടീ ഉണ്ടാക്കി കഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഹണി വാട്ടറിൽ ആഡ് ചെയ്യുക. അത് നമുക്ക് എനർജി മിനറൽസ് ഒക്കെ തരും. ഇതുപോലെ തന്നെ ഗോണ്ട് കത്തീറ പറഞ്ഞിട്ട് ഒരു എഡിബിൾ ഗം ഉണ്ട്. അത് നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യുന്ന ബോഡി കൂളിംഗ് എഫക്റ്റ് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് കുറേ കോക്കനട്ട് വാട്ടർ കഴിക്കാം. ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ് വരാതിരിക്കാൻ വേണ്ടി നിറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫുഡ് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കുക. കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോപ്പർ പ്രോട്ടീൻസ്, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് എല്ലാം ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. പിന്നെ കഴിയുന്നത് സോൾട്ടി ആയിട്ടുള്ളതും ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് കഴിയുന്നതും കുറയ്ക്കുക. കാരണം വെള്ളം ദാഹിക്കാൻ ചാൻസസ് ഉണ്ട്. ഇതുപോലെ തന്നെ കോഫിയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഡീഹൈഡ്രേറ്റിംഗ് ആ കോഫി നമ്മുടെ ബോഡിക്ക്. സോ ഈവനിങ് നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക. അതായത് ഇഫ്താർ ടൈമിൽ ഒരു ഗ്ലാസ് വെള്ളം, അതിൻ്റെ കൂടെ ഡേറ്റ്സാണ് കഴിക്കുന്നത്. ഡേറ്റ്സ് കഴിച്ചാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. ഡേറ്റ്സ് കഴിക്കുമ്പോൾ ഹൈ ക്വാളിറ്റി ഡേറ്റ്സ് തന്നെ കഴിക്കുക. ഷുഗർ കോട്ടഡ് ഒന്നും കഴിക്കാതിരിക്കുക. പിന്നെ നമുക്ക് സൂപ്സ് ആൻഡ് സാലഡ്സ് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ മീലിലോട്ട് വരാം. ഇതുപോലെ കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ്, ഗുഡ് പ്രോട്ടീൻസ്, ഹെൽത്തി ഫാറ്റ്സ് എല്ലാം ആഡ് ചെയ്യുക. ലോട്ട്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും ആഡ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. ഷുഗറി ഫുഡ്, ഡെസേർട്ടൊക്കെ ഒരുപാട് കഴിക്കുന്ന സമയം ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക. സോ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഫാസ്റ്റ് ചെയ്യുക.